സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. ഇന്ന് പകൽക്കാലം നമ്മളൊരു ഫാമിലി സൺഡേ ആയിട്ടാണല്ലോ കടന്നു വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. സാധാരണ ഒരെണ്ണം പറഞ്ഞാൽ മതിയോ, അതോ ഫാമിലി കുടുംബ ബന്ധത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ ചില കാര്യങ്ങൾ ഓർപ്പിച്ചുണർത്തുന്ന ആണോ നല്ലത്? ഒന്നും കൂടെ റിഫ്രഷ് ചെയ്യണോ പഴയതൊക്കെ? അന്ന് വാക്ക് കൊടുത്തൊക്കെ ഓർമ്മയില്ലേ? ഉണ്ടോ? കൈ പിടിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്ര പേര് ഓർക്കുന്നുണ്ട്? അവിടെ അന്നേരം ഇത് ഓർക്കാനാണോ അവകാശം? നേരമല്ലേ? സ്തോത്രം. ഒന്ന് റിഫ്രഷ് ചെയ്യുന്നത് നല്ലതാണല്ലേ? ഇടയ്ക്കൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് നല്ലതായിരിക്കും. പ്രൈസ് ഗാഡ്. ഇന്ന് പൽക്കാലം അപ്രകാരം പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഞാൻ ഒരു വാക്യം വായിച്ച് മുന്നോട്ട് പോകാം. യോശുവയുടെ പുസ്തകം തന്നെയാണ്. നമുക്കറിയാം ആ വാക്യത്തിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ അവസാന 15-ാം വാക്യത്തിൻ്റെ അവസാന വാക്ക് ഒരു വാക്യം മാത്രം. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. മതി. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇതൊരു ഡിക്ലറേഷനാണ്, ഒരു ഫെയ്ത്ത് ഡിക്ലറേഷനാണ്. യോശുവ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് യോശുവയുടെ ഒരു വാക്കാണ്. അത് കുടുംബത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉരുവിടേണ്ട ഒരു വാക്കാണ്. ഞങ്ങൾ യഹോവയെ സേവിക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്കറിയാം ഒരു ഫാമിലി സൺഡേ ആയിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചോ പ്രാർത്ഥിച്ചോ കൂടി വന്നിരിക്കുകയാണല്ലോ. അതുകൊണ്ട് എനിക്കും തോന്നുന്നത് വല്ലപ്പോഴുമൊക്കെ നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചുണർത്തുന്ന ചില സന്ദേശങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കുടുംബജീവിതത്തെ ഒന്നുകൂടെ ഭദ്രമാക്കുന്നതൊക്കെ നല്ലതാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ എനിക്കും തോന്നുന്നത് കൊണ്ട് ആ ഒരു തലത്തിൽ അല്പസമയം ഒരു അനുഗ്രഹീതമായ ഒരു ബ്ലെസ്സഡ് ഫാമിലി ലൈഫ് നയിപ്പാൻ ആവശ്യമായ ചില തത്വങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തോടുള്ള നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ട് ഞാൻ ഇരിക്കാൻ താല്പര്യപ്പെടുകയാണ്. നമ്മളെപ്പോഴും കൂടെ ഇത് കേൾക്കുന്ന കാര്യമായെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുമ്പം അത് ഒന്നുകൂടെ ഒന്ന് അയവിറക്കാൻ കഴിയും. അത് നല്ലതായിരിക്കും എന്നുള്ളത് കൊണ്ട് സ്തോത്രം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ കേൾക്കുമ്പം നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത വരുന്നുണ്ട്, പാസ്റ്റർ എന്തിനെ ഞങ്ങളോടിത് പറയുന്നേ? തകർന്ന പ്രശ്നമുള്ള കുടുംബങ്ങളുടെ എനിക്ക് പറഞ്ഞാൽ പോരെ എന്നൊരു പക്ഷേ നമുക്ക് ചിന്ത വരും. പക്ഷേ നമ്മൾ ഈ വണ്ടിക്കകത്ത് യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ സൈൻ ബോർഡുകൾ കാണില്ലേ അല്ലേ? സൈൻ ബോർഡ് വെച്ചിരിക്കുന്നത് ഇടിച്ചു മറിഞ്ഞ് തകർന്ന വണ്ടിക്ക് വേണ്ടിയല്ല, ആണോ? പിടികിട്ടിയോ? ഇടിച്ച് തകർന്നു പോയ വണ്ടിക്ക് വേണ്ടിയല്ല, ചൊവ്വേ ഓടുന്ന വണ്ടിക്ക് വേണ്ടിയുള്ള വാർണിംഗ് ആണ്. അപ്പോൾ ഇതുപോലെ തകർന്നവർക്ക് മരുന്ന് വേറെയുണ്ട്, അവരുടെ ട്രീറ്റ്മെൻറ്റ് വേറെ സ്ഥലത്താണ് അല്ലേ എന്ന് പറയുന്നത് പോലെ ഇത് നമ്മൾക്ക് വിഷയങ്ങൾ വന്ന് തകർന്നു പോയവരുടെ അവർക്ക് വേണ്ടിയുള്ളൊരു പരിഹാരമല്ല. അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട, നമ്മൾ പാലിക്കേണ്ട, അത് നമ്മുടെ കുടുംബജീവിതത്തിന് അനുഗ്രഹമായി തീരേണ്ട കാര്യങ്ങളാകിയാൽ അവയെ ഒന്ന് ഓർപ്പിച്ചുണർത്തി മുന്നോട്ട് പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമുക്കറിയാം ഈ സഭയും കുടുംബവും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. എന്തോ ബന്ധം? നിങ്ങൾ പറയണം. എന്തോ സഭയും കുടുംബവും തമ്മിലുള്ള ബന്ധം? ഉറക്കെ പറ. സഭ, കുടുംബം, അല്ലെങ്കിൽ ദൈവസഭയും കുടുംബം, ഓക്കെ, ക്രിസ്തുവും, ഓക്കെ. ഇത് രണ്ടും സ്ഥാപിച്ചതാരാ? ഇത് രണ്ടും സ്ഥാപിച്ചത് ദൈവമാണ്. ദൈവസഭയും കുടുംബവും അല്ലേ? അപ്പോൾ ഈ ദൈവത്താൽ സ്ഥാപിതമായ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് രണ്ടുമാണ്. സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ കിടന്നൊരു മർമ്മമായിരുന്നെങ്കിലും ആദ്യം ഭൂമിയിൽ സ്ഥാപിച്ചത് എന്താണെന്നറിയാമോ? കുടുംബമാണ്. അതിനുശേഷം ആ സഭ വന്നത് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇത് കർത്താവിൻ്റെ ഹൃദയത്തിൽ കിടന്നൊരു പ്ലാൻ ആയിരുന്നു. പക്ഷേ ആദ്യം ദൈവം സ്ഥാപിച്ചത് കുടുംബമാണ്. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ദൈവത്താൽ സ്ഥാപിതമായതുകൊണ്ടാണ് പിശാച് ഇതിനെ തകർക്കാൻ വളരെയധികം ശ്രമിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഏത് ദേശത്ത് നോക്കിയേ, ഏറ്റവും കൂടുതൽ പിശാച് തകർക്കുന്ന എന്തുവാ? സാമ്പത്തിക മണ്ഡലമല്ല, ആണോ? നിന്റെ ബുദ്ധിയുടെ മണ്ഡലമല്ല,
പുരോഗതിയല്ല. ഈ രാജ്യത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. ഇവിടെ രാജ്യത്തിന് ഐശ്വര്യം കുറഞ്ഞിട്ടില്ല, സമ്പത്ത് കുറഞ്ഞിട്ടില്ല, അഭിവൃദ്ധി കുറഞ്ഞിട്ടില്ല. ഇതൊന്നുമല്ല പിശാചിന് വേണ്ടതേ. അവൻ തകർക്കാൻ ശ്രമിക്കുക 2 മണ്ഡലം അല്ലേ? സഭ, കുടുംബം. ഇന്ന് നോക്കിയേ, കുടുംബങ്ങളുടെ തകർച്ച ഈ രാജ്യത്ത്, സഭകളുടെ തകർച്ച. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊന്നും ചുമ്മാ ഊഹാപോഹം പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. സഭയെ തകർക്കാൻ പിശാച്, കുടുംബത്തെ തകർക്കാൻ പിശാച് വളരെയധികം ശ്രമിക്കുന്നുണ്ട്, ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ തൻ്റെ ലേഖനങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ അവൻ്റെ തന്ത്രങ്ങളെ അറിയുന്നത് കൊണ്ട് കരുതലുള്ളവരായിരിക്കണം, ഉണർന്നിരിക്കണം എന്നൊക്കെ തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഒരു സഭയിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് സഭാ ശുശ്രൂഷകനെയും സഭയോട് ആത്മാർത്ഥമുള്ളവരെയും ഒക്കെ ഒത്തിരി തളർത്തും. ആയതുപോലെ തന്നെയാണ് കുടുംബത്തിൻ്റെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ വന്നാൽ അത് ഒരുവനെ വല്ലാതെ തളർത്തും. ഒരുവനെ തളർത്തുന്നതും അല്ലെങ്കിൽ വളർത്തുന്നതിനും തളർത്തുന്നതിനും കുടുംബത്തിന് ഒത്തിരി സ്വാധീനതയുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് അവൻ്റെ എൻ്റർടൈൻമെൻ്റ് അല്ല, അവൻ ചെലവഴിക്കുന്ന മറ്റുള്ള കാര്യങ്ങളുള്ള സമയമൊന്നുമല്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ദ ക്വാളിറ്റി ഓഫ് ദ ഫാമിലി ലൈഫ്. അവൻ്റെ ജീവിതത്തിലെ ആ കുടുംബ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം, അല്ലേ? ദ ക്വാളിറ്റി ഓഫ് ഫാമിലി ലൈഫ് ഇൻഫ്ലുവൻസ് എവറി ഏരിയ ഓഫ് ദെയർ ലൈഫ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ കുടുംബത്തിനകത്ത് പ്രശ്നമുണ്ടായാൽ അത് വ്യക്തി ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കും. ഓക്കെ, കുടുംബജീവിതത്തിൽ എല്ലാ തുറകളിലും ഏരിയകളിലും ഈ വസ്തുത നമുക്ക് തിരിച്ചറിയാൻ കഴിയും. സ്തോത്രം. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രശ്നത്തിനും അസമാധാനത്തിനും ഡിപ്രഷനും അവർ കടന്നു പോകുന്ന ഒത്തിരി പ്രശ്നങ്ങൾക്ക് കാരണം കുടുംബത്തിനകത്തുള്ള അസ്വസ്ഥതകളാണ്. കുടുംബത്തിനകത്ത് അസ്വസ്ഥത വന്നാൽ, കുടുംബത്തിനകത്ത് പ്രശ്നം വന്നാൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ജോലിയെ കോൺസെൻട്രേഷൻ പോവും, ഡിപ്രഷൻ ബാധിക്കും, സമാധാനം പോവും, മനുഷ്യൻ്റെ മുന്നിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകാൻ്റെ കാരണം കുടുംബ ജീവിതത്തിനകത്ത് പുറമേ ചിരിച്ചു നടക്കുമ്പോഴും അകത്തളത്തിൽ ഒത്തിരി പ്രശ്നവുമായി കടന്നു പോകുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്, അല്ലേ? സ്തോത്രം. ഇന്നത്തെ ഈ സന്ദേശം ഞാൻ നിങ്ങളൊരു ചോദ്യത്തോടു കൂടി ആരംഭിക്കുക. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തരാണോ? വളരെ പറയാവേ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തരാണോ? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവിത പങ്കാളി, ലഭിച്ച ജീവിത ഭാര്യ ഭർത്താവ് 100% നിങ്ങൾ അവരിൽ സംതൃപ്തരാണോ? ഉള്ളതേ പറയാവേ. ഇനി ഒന്നുകൂടെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒന്നുകൂടെ കല്യാണം കഴിക്കാൻ, വിവാഹം കഴിക്കാൻ ഒരു അനുവാദം തന്നാൽ സത്യമേ പറയാവൂ, അനുവാദം തന്നാൽ ഓരോരുത്തരും തല കുലുക്കുന്നു, ഞെരിവിരി കൊള്ളുന്നു, മുഖത്തോട് മുഖമൊക്കെ നോക്കുന്നുണ്ട്. ഉള്ളത് പറ, എനിക്ക് എവിടെ തന്നെ മതി, എനിക്ക് ഇദ്ദേഹത്തെ തന്നെ മതി എന്ന് പറയാൻ എത്ര പേർ കഴിയും? സ്തോത്രം. അങ്ങനെയുള്ളവരുടെ കരങ്ങൾ ഉയരുന്നുണ്ട് ചിലയിടത്തൊക്കെ. വാസ്തവം പറഞ്ഞാൽ ഈ ഒത്തിരി പേര്, ഒരിക്കൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ കഴിച്ചു പോയി, ഇനി സഹിക്കുക അല്ലാതെ എന്താ ചെയ്യുക? ഇത് ചിലർക്ക് ഒരിക്കൽ ഒരു ഉദാഹരണം പറഞ്ഞു പോകാം. ഞങ്ങൾ ചില സഹോദരങ്ങൾ ചേർന്ന്, ഞങ്ങളുടെ കുടുംബത്തിൽ മിസ് പ്രിയ, റോബിനും അങ്ങനെയുള്ള കുറച്ച് പേര് ചേർന്ന് ഒരു ഔട്ടിങ് പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ദൂരെ നോക്കുമ്പോൾ അവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലൊരു കുറേ റൈഡും കാര്യങ്ങളൊക്കെ കണ്ട്. ദൂരെ നിന്നപ്പോഴേ ഭയങ്കര സന്തോഷം.
ഇവിടെ ഞങ്ങളുടെ സഹോദരിമാരെ പ്രിയെ അവരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഓടുക. എന്തിനാണെന്നറിയോ? ഇത് കണ്ടുകൊണ്ട് ഓടിച്ചെന്നപ്പോൾ നല്ലൊരു റൈഡാണ്. ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഒരു ആഗ്രഹം അതിനകത്ത് കയറാം. അതിനകത്ത് ഇരിക്കുന്നവർ ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നു, ഭയങ്കര സന്തോഷം. എല്ലാവർക്കും കയറാനൊരു ആകാംക്ഷ. ഞാനും പോയി ചെന്ന് അപ്പം അടുത്ത റൈഡിന് വന്നു കഴിഞ്ഞപ്പം ഈ ആഹ്ലാദമുള്ളവരെല്ലാവരും കൂടെ ചാടി അതിനകത്ത് കയറി. സിനി കയറി, ഞാൻ കയറി, പിന്നെ അങ്ങനെ ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ കയറി. അപ്പോൾ ഞങ്ങൾ താഴെ നിന്ന് കണ്ടപ്പം അതിനകത്ത് ഇരിക്കുന്നവരൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക. ഞങ്ങൾ വിചാരിച്ചു എന്തൊരു സന്തോഷമാണ്, ഭയങ്കര സുഖമാണെന്നല്ലോ എന്ന്. കയറി ആദ്യത്തെ കറക്കമൊക്കെ ഓക്കെ ആയിരുന്നു. 2-3 കറക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇവിടെ ഒരു നിലവിളി, എൻ്റെ അമ്മോ ഒന്ന് ഇറക്കിയാൽ മതിയായിരുന്നു. ഈ നിലവിളി കൂടുക, കയറിപ്പോയി. അവസാനം ഞാനും അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ ഇതിൽ നിന്നൊന്ന് ഇറങ്ങിക്കിട്ടിയിരുന്നെങ്കിൽ. ഞങ്ങൾ ശബ്ദം കൂട്ടുന്നതിനനുസരിച്ച് ഈ നിൽക്കുന്നവന് വല്ലതും മനസ്സിലാവുമോ എന്നെ ഇറക്കിയാൽ മതി എന്ന്. അവൻ വിചാരിച്ച് ഇവർ ആഹ്ലാദിക്കുക, ഇവൻ കറക്കൻ്റെ സ്പീഡ് കൂട്ടുകയും ചെയ്യുക. അതേ സമയത്ത് അകത്ത് ഇരിക്കുന്ന ചിലരെ സന്തോഷിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, ഈ പുറത്ത് നിന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് തോന്നും. കയറി കഴിയുമ്പോഴാണ് പറയുന്നത് ഇത് ചിന്തിച്ചതുപോലെ അല്ലെന്ന്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ ഇതിനകത്ത്? അപ്പോൾ കയറി ഇതിനകത്തോട്ട്, അപ്പോൾ ഈ കയറിയപ്പോഴാ പിന്നെ വേറെ കാര്യമുണ്ട്. ദൈവസഭയെ സംബന്ധിച്ചോളം, നമ്മളെ സംബന്ധിച്ചോളം കയറിയതാ, ഇറങ്ങാൻ വ്യവസ്ഥയില്ല. സഹിച്ചേ പറ്റൂ, കൊണ്ടുപോയേ പറ്റൂ. നമുക്ക് എന്തില്ല? ഇറങ്ങാൻ വ്യവസ്ഥയില്ല. കുടുംബജീവിതത്തിലേക്ക് കൈ കൊടുത്ത് പ്രവേശിച്ച നിമിഷം മുതൽ ഇതിനകത്ത് ഇനി ഇറങ്ങാൻ പറ്റത്തില്ല. കയറിയതാ. സ്തോത്രം. കാരണം ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം എവിടില്ല? വചനത്തിനകത്തില്ല. ഈ ലോകത്തിൽ നിങ്ങൾ കൈ കൊടുത്ത് സൈൻ ചെയ്യുമ്പോൾ ആ ഉടമ്പടി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മുന്നിലുള്ള ഉടമ്പടിയല്ല. ആ ഉടമ്പടിക്ക് സാക്ഷ്യം നിൽക്കുന്നതും നിങ്ങൾ 2 പേര് സൈൻ ചെയ്യുമ്പോൾ 3ാമതൊരു സൈനും കൂടെ നടക്കുന്നുണ്ട് സ്വർഗത്തിൽ. നിങ്ങൾ 2 പേരുടെ സൈൻ ഒരു പേപ്പർ കൊണ്ട് അവസാനിപ്പിക്കാം, പക്ഷേ സ്വർഗത്തിലെ സൈൻ പോകത്തില്ല. ആ സ്വർഗത്തിലെ സൈൻ പോകാത്തിടത്തോളം കാലം നിങ്ങളൊരു പേപ്പർ കൊണ്ട് അവസാനിപ്പിച്ചാൽ വീണ്ടും വിഭാഗത്തിലേക്ക് പോയാൽ ഇറ്റ് ഈസ് കോൾഡ്. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ പൂരിപ്പിച്ചു. മനസ്സിലായോ? കാരണം നിങ്ങളുടെ ബന്ധം എവിടെ അഴിഞ്ഞിട്ടില്ല? സ്വർഗത്തിൽ അഴിഞ്ഞിട്ടില്ല. സ്തോത്രം. അപ്പോൾ ഈ ദൈവം കുടുംബജീവിതത്തെ സൃഷ്ടിച്ചപ്പോൾ, സമയം ഒത്തിരി പോവുക, വേഗത്തിൽ പോയി, ഞാൻ പെട്ടെന്ന് പോവാം. ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം വച്ചിരിക്കുന്നൊരു വ്യവസ്ഥയുണ്ട്. കുടുംബത്തിൻ്റെ നിലനിൽപ്പിനും ഐശ്വര്യത്തിനും ഭദ്രതയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടിയാണ് ദൈവം ഈ വ്യവസ്ഥയൊക്കെ നൽകിയിരിക്കുന്നത്. ഈ വ്യവസ്ഥ നാം പാലിച്ച് മുന്നോട്ട് പോയാൽ ഇത് ഭൂമിയിലെ സ്വർഗമാണ്. ഓക്കെ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുന്നതിന് ആവശ്യമായ, ഒരു ബ്ലെസ്സഡ് ഫാമിലി നയിക്കുന്നതിന് ആവശ്യമായ ചില പ്രിൻസിപ്പിൾ പറയാം. വിവാഹം കഴിഞ്ഞവരും കഴിക്കാനുള്ളവരും കഴിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരെല്ലാം കേട്ടോണം ഇത്. ഓക്കെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാ, കൈ കൊടുത്തവർക്കും കേൾക്കാം. സ്തോത്രം. ഇതിനകത്ത് സന്തോഷകരമായി 10 വർഷം, 15 വർഷം, 20 വർഷം, 25 വർഷം ഒക്കെ കഴിഞ്ഞവരും എല്ലാം ഉണ്ട്, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. നല്ല മാതൃകയോടെ 10-25 വർഷം ജീവിച്ച കുടുംബങ്ങളുണ്ട്. ഞാൻ അവരെ ഓർത്ത് അഭിമാനം കൊള്ളുന്നു, സന്തോഷിക്കുന്നു. സ്തോത്രം. അപ്പോൾ ചില പ്രിൻസിപ്പിൾ. ഒന്നാമത്തെ കാര്യം എന്താ? ഓക്കെ, ടു ബിൽഡ് യുവർ ഫാമിലി ഓൺ ഫൗണ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ്. കുടുംബജീവിതത്തിൽ എവിടെയായിരിക്കണം നമ്മൾ പണിയപ്പെടേണ്ടത്? ക്രിസ്തുവിൽ പണിയപ്പെടണം. കുടുംബജീവിതം സന്തോഷകരമാകുന്നത് നാം എവിടെയാണ് അടിസ്ഥാനമിട്ടിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? നമ്മൾ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അതിനൊരു അടിസ്ഥാനമുണ്ട്. ആയതുപോലെ തന്നെയാണ് കുടുംബജീവിതത്തിനും ഒരു അടിസ്ഥാനമുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഇട്ടില്ലെങ്കിൽ അടിസ്ഥാനമില്ലാതെ നിൽക്കുന്ന ചില ബിൽഡിങ്സ് ഉണ്ട്. കാഴ്ചയ്ക്ക് അത് നല്ല, മെനി ബിൽഡിങ്സ് ലുക്ക് സ്ട്രോങ്,
ഔട്ട്സൈഡ് പുറമേ നോക്കുമ്പോൾ നല്ല ഉറപ്പുള്ളതാ. പക്ഷേ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ആ വീടിൽ ചില ക്രാക്ക് കാണും. പെട്ടെന്നൊന്നും വീഴത്തൊന്നുമില്ല, ക്രാക്ക് വീഴും. പെയ്യെ ക്രാക്ക് വീഴാൻ തുടങ്ങും. ക്രാക്ക് കാണുമ്പോൾ ഓർത്തോണം ഇതിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ആയതുപോലെ തന്നെയാണ് കുടുംബജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ താളപ്പിഴകൾ വരുമ്പോൾ ഓർത്തോണം ഇത് പ്രോപ്പർ അടിസ്ഥാനപ്പെട്ടിട്ടില്ല. അടിസ്ഥാനപ്പെട്ട ഒരു കുടുംബത്തിന് ക്രാക്ക് വരാൻ സാധ്യത കുറവാണ്. നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ക്രാക്ക് വരാൻ സാധ്യത കുറവാണ്. പക്ഷേ ക്രാക്ക് വരുമ്പോൾ പ്രോപ്പറായി അടിസ്ഥാനപ്പെട്ടിട്ടില്ല. കാലക്രമത്തിൽ എന്താ സംഭവിക്കും? അത് വീഴുന്നത് പോലെ ഉള്ള അനുഭവം ഉണ്ടാകും. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞത്, ക്രിസ്തുവെന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്ന, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ കൊണ്ട് വായിക്കേണ്ട സമയമില്ല. ക്രിസ്തു എന്ന അടിസ്ഥാനമായിരിക്കുന്ന അല്ലെങ്കിൽ അതിന്മേൽ പെട്ടിരിക്കുന്ന ഭവനം, അങ്ങനെയുള്ള ഭവനത്തിനുള്ള പ്രത്യേകത അവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന വാക്കുപോലെ തന്നെ കുടുംബജീവിതത്തിന്മേൽ, നിങ്ങളുടെ കുടുംബത്തിന്മേൽ എത്ര പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചാലും, എത്ര കൊടുങ്കാറ്റുകൾ വന്നാലും, ഒത്തിരി പ്രതിസന്ധികൾ വന്നാലും അതിന് വീഴാൻ കഴിയത്തില്ല. കാരണം ഹല്ലേലൂയ, ഈ പ്രശ്നത്തിന്റെ മധ്യത്തിൽ അവർ അടിസ്ഥാനമിട്ടിരിക്കുന്ന ക്രിസ്തുവില. ആ കുടുംബം ക്രിസ്തുവിലായതുകൊണ്ട്, ശ്രദ്ധിക്കണേ, ആ കുടുംബം ക്രിസ്തുവിലായതുകൊണ്ട് സ്തോത്രം, ഇതിന് തകർക്കാൻ പിശാചിന് കഴിയത്തില്ല. ഏത് പ്രതികൂലം വന്നാലും സ്തോത്രം, പ്രതിസന്ധി വന്നാലും ഇതിനെ തകർക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് 127-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചല്ലോ, യഹോവ വീട് പണിയാതിരുന്നാൽ. അവിടെ 3 കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്. ഒന്നാമതായി ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഗോഡ് ഈസ് ദ ബിൽഡർ ഓഫ് ദ ഫാമിലി. ഒരു കുടുംബത്തെ പണിയുന്നത് ആരാ? ദൈവമാ. രണ്ടാമതായി നമ്മൾ ചിന്തിച്ചാൽ ഗോഡ് ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദ ഫാമിലി. ആ കുടുംബത്തിൻ്റെ പ്രൊട്ടക്ടർ ആരാണ്? ദൈവമാ. മൂന്നാമതായി ഇവിടെ പറഞ്ഞിരിക്കുന്നു ഗോഡ് ഈസ് ദ പ്രൊവൈഡർ ഓഫ് ദ ഫാമിലി. ആ കുടുംബത്തിന് വേണ്ടി കരുതുന്നത് ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർത്തോ, ദൈവത്തിൽ നാം അടിസ്ഥാനപ്പെട്ട ഒരു കുടുംബമാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ മേലുണ്ടാകും. നാം ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു കുടുംബമാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രൊവിഡൻസ്, ഒരു കരുതൽ നമ്മുടെ മേലുണ്ടാകും. അപ്പോൾ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട ഒരു കുടുംബം എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഈ പറയുന്ന ഒരു വാക്കുണ്ട്, മുപ്പിരിച്ചട് അറ്റുപോകത്തില്ല, അല്ലേ? സംഭവം എന്താണെന്ന് അറിയാമല്ലോ. ഒരു ചരട് അത് 3 നൂലുകൾ ചേർന്നാ, 2 നൂല് മാത്രമാണെങ്കിൽ ഒരുപക്ഷെ പൊട്ടിപ്പോകും. പക്ഷേ 3 നൂല് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ചരട് പെട്ടെന്ന് പൊട്ടത്തില്ല, അത് പൊട്ടിപ്പോകത്തില്ല, കാരണം അതിന് ഉറപ്പുണ്ട്. ആയതുപോലെ തന്നെയാണ് നിങ്ങൾ 2 പേരും ചേർന്ന് കുടുംബം പണിയാൻ പോയാൽ അത് ഏത് സമയം പൊട്ടാം, തകരാം, വീഴ്ച സംഭവിക്കാം. പക്ഷെ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ് അത് ചെയ്തിരിക്കുന്നെങ്കിൽ അത് തകരുകയില്ല. ഞാൻ പെട്ടെന്ന് വിശദീകരിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട്, സമയമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ പോകുക. നമ്പർ 2, രണ്ടാമത്തെ കാര്യം, കീപ് ദ ഗോഡ്ലി കമാൻഡ് ഇൻ ദ ഫാമിലി ലൈഫ്. ദൈവം നൽകിയിരിക്കുന്ന കുടുംബജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ചില കമാൻഡുകളുണ്ട്. നമുക്കറിയാം, ദൈവം കുടുംബം സ്ഥാപിച്ചപ്പോൾ തന്നെ ചില നിർദ്ദേശങ്ങളും വ്യവസ്ഥകളും നൽകിയിട്ടുണ്ട്. കുടുംബജീവിതത്തിന് ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്, അല്ലേ? ഒരു കുടുംബജീവിതത്തിൻ്റെ നിലനിൽപ്പിനും ഐശ്വര്യത്തിനും ഭദ്രതയ്ക്കും അനുഗ്രഹത്തിനും അതിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പിനും വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയുണ്ട്. എവിടെ വ്യവസ്ഥ ലംഘിച്ചോ അവിടെ കുടുംബജീവിതത്തിന് താളപ്പിഴകൾ സംഭവിക്കും. അല്ല, തിരിച്ചു ഞാൻ പറയട്ടെ, എവിടെയെങ്കിലും കുടുംബജീവിതത്തിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ എവിടെയൊക്കെയോ വ്യവസ്ഥ തെറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വ്യവസ്ഥ, ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ നമുക്കറിയാം. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ തിരുവചനം ആരംഭിക്കുന്നത് തന്നെ ഒരു കുടുംബത്തോടു കൂടിയാണല്ലോ. കർത്താവായ ദൈവം മനുഷ്യനെ എന്ത് ചെയ്തു? 2-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? അതിൻ്റെ 2:18 മതി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴാ ദൈവത്തിനൊരു കാര്യം മനസ്സിലായ, യവനെ ഏകനായിരിക്കുന്നത് നന്നല്ല. അതിന് തൊട്ടു മുന്നേ വരെ ദൈവം എന്താ പറഞ്ഞതെന്നറിയാമോ? എല്ലാം നല്ലത്, ഇസ് ഗുഡ്. എല്ലാ സൃഷ്ടിയെ നോക്കി ദൈവം പറഞ്ഞു നല്ലത്.
നല്ലത്. ആകാശം സൃഷ്ടിച്ചു, നല്ലത്. ഭൂമി സൃഷ്ടിച്ചു, നല്ലത്. സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചു, നല്ലത്. ഭൂമിയിലുള്ള മത്സ്യം, പക്ഷികൾ, മൃഗജാലങ്ങൾ സൃഷ്ടിച്ചു, നല്ലത്. ഇതെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം പറയാ യവനേകനായിരിക്കുന്നത് നന്നല്ല. അപ്പം ദൈവം എന്ത് ചെയ്യാൻ തുടങ്ങി? അവനെ നന്നാക്കാൻ തീരുമാനിച്ചു. അവനെ നന്നാക്കാൻ തീരുമാനിച്ചിട്ട് ദൈവം ചെയ്ത കാര്യം എന്താ? ഞാൻ അവന് തക്കതായ ഒരു തുണയുണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. മതി, അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ദൈവം ഒരു തുണയെ ഉണ്ടാക്കി കൊടുത്തിട്ട് ദൈവം ആദ്യം ഒരു വ്യവസ്ഥ കൊടുക്കുക. അതിന് മുന്നേ തന്നെ വ്യവസ്ഥ കൊടുത്തിട്ടുണ്ട്, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ദൈവം നമുക്കറിയാം, അങ്ങനെ ദൈവം കുടുംബത്തെ സൃഷ്ടിച്ചതിന് ശേഷം അവർക്കൊരു വ്യവസ്ഥ കൊടുത്തു. അതിന് 2 ടേമിൽ ഈ വ്യവസ്ഥയെ, ആ കണ്ടീഷനെ ഞാൻ 2 ടേമിൽ പറയാം. ഒന്ന്, ഡു നോട്ട് ഡു ഇറ്റ്. നമ്പർ 2, ഡു ഇറ്റ്. ചിലത് ചെയ്യരുത്, ചിലത് ചെയ്യണം. എന്താണ് ഇവിടെ ദൈവം പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഇവിടെ ദൈവം ആദാമിനെയും ഹവ്വാവിനെയും സൃഷ്ടിച്ചിട്ട് ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഡു ഇറ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും അവരോട് പറഞ്ഞില്ല. ഡു ഇറ്റ് എന്ന് പറഞ്ഞത് നമുക്കറിയാം, പുതിയ നിയമത്തിൽ ഒരു ഭാര്യ ഭർത്ത ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നിങ്ങൾ സ്നേഹിക്കണം, കരുതണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇതൊന്നും ദൈവം ആരോട് പറഞ്ഞില്ല? പറഞ്ഞോ? പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഭാര്യ ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്ന കമാൻഡുകളൊന്നും ഏതും തോട്ടത്തിൽ ദൈവം പറഞ്ഞില്ല. പക്ഷെ ദൈവം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. മനസ്സിലാണോ? ശ്രദ്ധിക്കണേ. കരയുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി വെച്ചാണെങ്കിൽ അവരെടുത്തോണ്ട് പുറത്തോട്ട് പോകണം. ഓക്കെ, കാരണം പിന്നെയും അവിടെ ഇരുന്നാൽ ചുറ്റും ഇരിക്കുന്നവർക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. സ്തോത്രം. അപ്പോൾ ഇവിടെ ദൈവം സൃഷ്ടിച്ചിട്ട് പറയുകയാണ്, അല്ല ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് അവിടെ പറയാഞ്ഞതെന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം പറഞ്ഞു. ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. അപ്പം അവൻ്റെ ഉള്ളിൽ ആ പറയപ്പെട്ട കാര്യമെല്ലാം ഉണ്ട്. ഏതാ? റെസ്പെക്റ്റ് ഉണ്ട്, സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. ഇതൊന്നും പിന്നെ കൊടുക്കേണ്ട കാര്യമില്ല, പിന്നെ ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം അവനിലുണ്ട്. പിന്നെ എന്താ ദൈവം പറഞ്ഞത്? ഒരു കാര്യം പറഞ്ഞു, നീ ചെയ്യരുത്. എന്താ ചെയ്യരുതെന്ന് പറഞ്ഞേ? സ്തോത്രം. ഡു നോട്ട്. അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ തോട്ടത്തിൻ്റെ നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്. അല്ലേ? സ്തോത്രം. അതാ ദൈവം അവരോട് പറഞ്ഞത്. ഈ വ്യവസ്ഥ അവിടെ തന്നെ ലംഘിച്ചവര്. ലംഘിച്ച നിമിഷം മുതൽ, ശ്രദ്ധിക്കണേ, ലംഘിച്ച നിമിഷം മുതൽ അവിടെ പ്രശ്നം തുടങ്ങി. ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? അവരുടെ ആദ്യത്തെ പ്രശ്നം നമ്മുടെ പ്രശ്നം തന്നെ. എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാൻ തുടങ്ങി. ദൈവം ആദാമിനെ വിളിച്ചു, ആദാമേ നീ ഫലം കഴിച്ചോ? അതാ എന്താ പറഞ്ഞതറിയാമോ? എന്നോടുകൂടെ ഇരിപ്പാൻ നീ ശ്രദ്ധിച്ചേ. ആദാം പറയാ, ദൈവമേ നീ എന്നോട് കൂടി ഇരിപ്പാൻ തന്ന സ്ത്രീ. അവിടെ ശ്രദ്ധിക്കണേ, സ്ത്രീ. അതിന് മുന്നേ ആദാം വിളിച്ചെന്താ അറിയാം? ഇവൾ എൻ്റെ അസ്ഥിയിൽ നിന്നും അസ്ഥിയും എൻ്റെ അസ്ഥിയിൽ നിന്ന് എടുത്തിരിക്കുകയാൽ ഇവളെ ഇനി എന്ത് വിളിക്കും? നാരി എന്ന്, ഹണി എന്ന് ഒക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ ആദ്യം എന്തായിരുന്നു? നാരിയായിരുന്നു, ഹണിയായിരുന്നു, ലവ് ആയിരുന്നു. പക്ഷെ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ എന്താ പറയുന്നേ? നീ എന്നോട് കൂടി ഇരിപ്പാൻ തന്ന സ്ത്രീ. ഇപ്പൊ ആരാ കുറ്റക്കാരി? കണ്ടോ? അപ്പോ ശ്രദ്ധിക്കണം, ആദ്യം വ്യവസ്ഥ ലംഘിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചു? ദേ ട്രൈ ടു അക്യൂസ് ഈച്ച് അതർ. പരസ്പരം കുറ്റം പറയാൻ തുടങ്ങി. ഇന്ന് ഒത്തിരി കുടുംബജീവിതത്തിന്റെ പ്രശ്നം അതല്ലേ? ഒരു വിഷയം വന്നാൽ ഉടനെ പറയും നിന്റെ കുഴപ്പാ. ഭാര്യ ഭർത്താവിനോട് പറയും അത് നിങ്ങളുടെ കുഴപ്പാ. ഭർത്താവ് ഭാര്യയോട് പറയും നീ ഒറ്റ വരുത്തിയതിനെല്ലാം കാരണക്കാരി. അല്ലേ? പറഞ്ഞിട്ടില്ലേ? ഇത് അവിടെ തുടങ്ങിയതാ. അവിടെ തുടങ്ങിയതാ. അന്ന് തുടങ്ങിയതാ ഈ പഴിചാരക്കം. ഇപ്പോഴും നിന്നിട്ടില്ല. ഇപ്പോഴും കുടുംബത്തിൽ ഒരു ചെറിയ കാര്യം വന്നാൽ ഭാര്യ ഭർത്താവിനോട് പറയും അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇങ്ങനെ ചെയ്യരുന്ന്. ഭർത്താവ് തിരിച്ചും പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരതി. ഒന്നാമത്തെ പ്രശ്നം തീർന്നില്ല, അവിടെ കൊണ്ട് തീരുകയല്ല. സ്തോത്രം. നമ്മൾ ചിന്തിച്ചല്ലോ, ആ ലംഘനത്തിൻ്റെ പരിണത ഫലം തലമുറയിലേക്ക് പോകുക. ആദ്യത്തെ തലമുറ വന്നു. നോക്കിയേ അവിടെ എന്താ സംഭവിച്ചേ? ആരെങ്കിലും അവിടെ ശത്രുത കൊണ്ടുവന്നോ?
നിയമം ലംഘിച്ചു കഴിഞ്ഞപ്പോൾ അനന്തര ഫലം എവിടേക്ക് വരിക? തലമുറയിൽ. ദൈവമക്കളെ ഓർത്തോണം, കുടുംബജീവിതത്തിൻ്റെ നിയമത്തിൻ്റെ ദൈവം തന്ന വ്യവസ്ഥ ലംഘിച്ചാൽ നിങ്ങളിൽ മാത്രമല്ല അത് ബാധിക്കുന്നത്, അത് ബാധിക്കുന്നത് തലമുറകളിലേക്ക് കൂടാ. തലമുറകളിലേക്ക് ആ പ്രയാസം ബാധിപ്പാനിടയായിത്തീരും. അല്ലേ? സ്തോത്രം. അപ്പോൾ ഇവിടെ ഡു നോട്ട് ഡു ഇറ്റ്. ഇനി എന്താണ് ദൈവം ഡു ഇറ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ? അതിലേക്ക് നമുക്ക് വരാം. കൊലോസ്യ ലേഖനത്തിലേക്ക് വേഗത്തിൽ വളരെ ശ്രദ്ധിച്ചിരിക്കണം. പെട്ടെന്ന് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 18 മുതൽ താഴോട്ട് വായിച്ചു. 20. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകുമെണ്ണം കീഴടങ്ങുവീൻ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കേമരുത്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. മതി, ശ്രദ്ധിച്ചേ. ഇവിടെ 3 കാര്യം ദൈവം പറയുന്നുണ്ട്, 3 പേരോട് ഈ വാക്യത്തിൽ. 1 ആരോട് പറഞ്ഞു? ഭർത്താവിനോട് പറഞ്ഞു. 2 ഭാര്യയോട് പറഞ്ഞു. 3 കുടുംബത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യവും അതിനകത്തുണ്ട്. ഒരു കുടുംബത്തിൻ്റെ അതിപ്രധാനമായ 3 കാര്യങ്ങൾ: 1 ഭർത്താവിനോടുള്ളത്, 2 ഭാര്യയോടുള്ളത്, 3 മക്കളോടുള്ളത്. അല്ലേ? വേഗത്തിൽ മുന്നോട്ട് പോകാം. ആദ്യമേ എവിടെ നോക്കിയാലും ആരോടാ പറയുന്നറിയാമോ? അല്ല, ഭാര്യമാരോടാ. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ഇനി അതിൻ്റെ ആൻസർ ഒന്നും എന്നോട് ചോദിക്കരുത്, എന്താ പാസ്റ്റർ അങ്ങനെ പറഞ്ഞേക്കുന്നതെന്ന്. നമ്മൾ എവിടെ നോക്കിയാലും പൗലോസും ഒക്കെ പല പര്യായങ്ങളിൽ എഴുതുകയും മുന്നേ ഭാര്യമാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇനി അവർ കുഴപ്പക്കാരാണോ ഇല്ലയൊന്നൊന്നും എനിക്കറിയത്തില്ല. എനിവേ, ഇവിടെ ഭാര്യമാരോട് പറയുക, എന്ത് ചെയ്യണം? നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകുമെണ്ണം കീഴടങ്ങുവീൻ. കീഴടങ്ങിയിരിപ്പീൻ. ഓക്കെ, കീഴടങ്ങിയിരിക്കുവിൻ, വിനയപ്പെട്ടിരിപ്പീൻ. അതെങ്ങനെ ചെയ്യണമെന്നാ? കർത്താവിന് ഉചിതമാവണ്ണം കീഴടങ്ങിപ്പിൻ. ഇത് ഈ എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം ഒറ്റ വാക്കിൽ അത് പറഞ്ഞിട്ടെങ്കിലും എഫേസ്യ ലേഖനത്തിൽ വന്നാൽ അതൊരു 2-3 വാക്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. 5-ന്റെ 22-ാം വാക്യം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഭാര്യമാരെ, കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. മതി. അവിടെ 2-3 വാക്യങ്ങളിലാ ആ ഒറ്റ കാര്യത്തെ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൊലോസ്യ ലേഖനത്തിൽ ഒറ്റ വാക്കിൽ ഭാര്യമാരെ നിങ്ങൾക്ക് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവേ എന്ന് പറയുമ്പോൾ കൊലോസ്യ ലേഖനത്തിൽ എഫേസ്യ ലേഖനത്തിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഈ കീഴടങ്ങിയിരിക്കുക, ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ? ഇൻ അവർ മോഡേൺ വേൾഡ് സബ്മിഷൻ ഈസ് അൺപോപ്പുലർ ആൻഡ് അൺഫാഷൻ. അല്ലേ? ഇതൊക്കെ ഒരു പഴയ കഥയല്ലയോ ഒത്തിരി പേർക്ക് ഇന്ന്? കാരണം ദ വുമൻ ഡിമാൻഡ് ലിബർട്ടി ആൻഡ് ഈക്വൽ റൈറ്റ് വിത്ത് മെൻ. ആ ലോകത്തിലാണ് നമ്മൾ, ആ കൾച്ചറിലും കൂടെ നമ്മൾ വന്ന് ജീവിക്കുന്നത്. അല്ലേ? അല്ലേ? അപ്പോൾ കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് അത് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? സഹോദരിമാരെ, നിങ്ങളാ പറയണത്, ആവശ്യമുണ്ടോ? ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? ചിലരൊക്കെ മൗനം പാലിക്കുക. സ്തോത്രം. അപ്പോൾ ദൈവവചനം പറയുന്നു സ്ത്രീകൾ കീഴടങ്ങിയിരിക്കും. അനേക കുടുംബത്തിൻ്റെ പ്രശ്നത്തിന് കാരണം കീഴടങ്ങിയിരിക്കാൻ കഴിയാത്ത ഭാര്യമാരാ. ഭർത്താക്കന്മാർ വിഷമിക്കേണ്ട, പുറകെ വരുന്നുണ്ട്. ഇത് സഹോദരിമാരോട് ഞാൻ മുന്നേ ഒന്ന് പറഞ്ഞു തീർന്നോട്ടെ. കീഴടങ്ങിയിരിക്കാൻ കഴിയാത്ത ഭാര്യമാർ, അത് കുടുംബത്തിന് പ്രശ്നമാണ്. എവിടെ, ഏത് കുടുംബത്തിൽ കീഴടങ്ങാൻ കഴിയാത്ത, സബ്മിസീവ് ആവാൻ കഴിയാത്ത ഒരു ഭാര്യ ഉണ്ടോ, ബിബ്ലിക്കൽ വ്യവസ്ഥ അനുസരിച്ച് അവർ സക്സസ് ആയൊരു ജീവിതം നയിക്കാൻ കഴിയത്തില്ല. കാരണം എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, എ മെൻ, പുരുഷൻ എപ്പോഴും കുടുംബജീവിതത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമാണ് തനിക്ക് ജീവിത പങ്കാളിയായി തന്നിരിക്കുന്ന തൻ്റെ ഭാര്യ വചന വ്യവസ്ഥയിൽ കീഴടങ്ങിയിരിക്കണമെന്നുള്ളത്. ആ റെസ്പെക്റ്റേഷൻ കിടക്കുന്നത് കൊണ്ട്, ആ ഒരു വ്യവസ്ഥ കിടക്കുന്നത് കൊണ്ട് എപ്പോഴും അവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇത് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കത്തില്ലായിരുന്നു ആ വിഷയം. ഈ വാക്യം ഇങ്ങനെ കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യത്തില്ല,
ചിന്തിക്കത്തില്ല. പക്ഷേ ഈ വ്യവസ്ഥയും ഈ വാക്യം കിടക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളിലൊരു എന്തുണ്ട്, എനിക്ക് കൂട്ടാളിയായി തന്ന എൻ്റെ ഭാര്യ പുരുഷന് കീഴടങ്ങിയിരിക്കണമെന്ന് വചന വ്യവസ്ഥയാണ്. ഇതവൻ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യും. ഇത് കിട്ടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ പ്രശ്നമുണ്ടാകും, അല്ലേ? സ്തോത്രം. ഇത് എങ്ങനെ കീഴടങ്ങിയിരിക്കണമെന്നൊക്കെ 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. വായിപ്പിക്കുന്നില്ല, സമയം മുന്നോട്ട് പോകുക. സ്തോത്രം. അപ്പോൾ സൗമ്യതയും സാവധാനതയോടും കൂടെ സ്ത്രീകൾ മൗനമായിരിക്കണം, ശാന്തമായിരിക്കണം, കീഴടങ്ങിയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഭാഗം ഒന്നും വായിക്കുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം കീഴടങ്ങിയിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്താ? റെസ്പെക്റ്റ്, ബഹുമാനിക്കുക, അല്ലേ? എഫെസ്യ ലേഖനം 5:32 വാക്യം. ഞാൻ ക്രിസ്തുവിലും ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നത്. മതി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, ബഹുമാനിക്കണം ഭർത്താക്കന്മാരെ. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ബഹുമാനിക്കണം. ഒരു പുരുഷൻ്റെ, ഞാൻ ചോദിക്കട്ടെ, പിടിക്കുന്ന സഹോദരന്മാർ ചോദിക്കുക, നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെ ബഹുമാനിക്കണമെന്നാണോ? ഉള്ളതേ പറയാവൂ. ആർ യു എക്സ്പെക്ടിങ് ദാറ്റ് യുവർ വൈഫ് നീഡ് ടു ബി റെസ്പെക്ട് യു ഓർ നോട്ട്? ഇല്ലേ? ഓ, നിങ്ങൾക്കിതൊന്നും വിഷയമല്ലെന്ന് തോന്നുന്നു. വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അതറിയാം എങ്ങനെയാണെന്ന്. എല്ലാ പുരുഷന്മാരും പ്രതീക്ഷിക്കുന്ന കാര്യമാണ് ഭാര്യമാർ തന്നെ ബഹുമാനിക്കുന്ന, അനുസരിക്കുന്ന ഒരു ഭാര്യ. ഒരു പുരുഷൻ്റെ, ഞാൻ ഒരു കാര്യം പറയാം, ഒരു പുരുഷൻ്റെ അഭിമാനം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് തന്നെ ബഹുമാനിക്കുന്ന, അനുസരിക്കുന്ന ഭാര്യയും മക്കളുമാണ്. അങ്ങനെ ഒരു ഫാമിലി അവനുണ്ടെങ്കിൽ അവൻ ഭയങ്കര സന്തോഷമായിരിക്കും, അല്ലേ? അപ്പോൾ ഒരു കാര്യം പറയാം, ഈ ലോകത്തിലെ ആരും അവനെ ബഹുമാനിച്ചില്ലെങ്കിൽ അവന് പ്രശ്നമില്ല. നീ ഓഫീസിൽ ചെന്നിട്ട് നിന്റെ താഴെയുള്ള ഓഫീസർ നിന്നെ എടുത്തിട്ട് കുടഞ്ഞെന്ന് പറഞ്ഞാലും നിനക്ക് പ്രശ്നമില്ല, അതൊരു പ്രശ്നമല്ല. ഇനി ലോകത്തിലെ ആരും നിന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ വീട്ടിൽ വരുമ്പോൾ ഭാര്യയെ ബഹുമാനിച്ചില്ലെങ്കിൽ വിഷയമാണ്. കാരണം അത് അവൻ്റെ റെസ്പെക്റ്റ് ചെയ്യുന്ന, അതൊരു ബിബ്ലിക്കൽ ഇതായിട്ട് കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പുരുഷൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്, ഈ ഭാര്യ ബഹുമാനിക്കണം. ഈ ബഹുമാനമില്ലാത്ത ഒരു തലത്തിലേക്ക് പോയാൽ അത് വലിയ പ്രശ്നമാണ്, അല്ലേ? അപ്പോൾ ഈ ഒത്തിരി കുടുംബങ്ങളിൽ ഭാര്യമാർ ബഹുമാനിക്കത്തില്ല, അനുസരിക്കത്തുമില്ല. അതിൻ്റെ കാരണം ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ചില കുടുംബങ്ങളിൽ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ പേടിയാണ്. ചിലർക്ക് BP കൂടുതലാണ്. എന്തുവെന്ന് പറഞ്ഞാൽ BP എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഭാര്യ പേടി. ഒരിക്കൽ ഒരപ്പന്, നല്ലൊരു കുടുംബം, അപ്പനും മക്കളും കൂടെ ഇരിക്കുക. അപ്പം പറഞ്ഞു, നാളെ നമുക്ക് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നമുക്ക് നാളെ സൂ കാണാൻ പോകണമെന്ന് പറഞ്ഞു. സൂ കാണാൻ പോകണമെന്ന്. കുഞ്ഞുങ്ങൾ ഭയങ്കര എക്സൈറ്റഡായി, ഭാര്യയൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ്. അന്ന് രാത്രി അവർ കിടന്നുറങ്ങി. ഇവർ തമ്മിൽ ചെറിയ പ്രശ്നമുണ്ടായി. ആരാ? ഈ ഭാര്യയും ഭർത്താവും. രാവിലെ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെല്ലാം വന്ന് നമുക്ക് സൂ കാണാൻ പോകാമെന്ന് പറഞ്ഞു. ഒരു 8 മണിയായി, എല്ലാവരും റെഡിയായി. ഇങ്ങനെ വന്നപ്പം അപ്പൻ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ എല്ലാം റെഡി ആയിക്കോ, നമുക്ക് സൂ കാണാൻ പോകാം. അപ്പം അടുക്കളയിൽ നിന്നൊരു ശബ്ദം, ഇന്നിവിടെ ആരും പോകുന്നില്ല. ഭർത്താവിൻ്റെ പരിപാടിയെല്ലാം അവിടെ നിന്നു. മക്കളെ നമുക്ക് വേറൊരു ദിവസം പോകാം. മക്കൾ വന്ന് അപ്പനോട് ചോദിച്ചു, പപ്പയ്ക്ക് സുഖത്തെ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, കാരണം സൂയി കൂട്ടിക്കിടക്കല്ലേ. കടുവയെ പേടിയുണ്ടോ? ഇല്ല, പേടിയില്ല. ആനയെ പേടിയുണ്ടോ? ഇല്ല. പിന്നെ അപ്പയ്ക്ക് അറിയാം, അമ്മയാണോ പേടി? പറഞ്ഞിട്ട് അർത്ഥം മനസ്സിലായോ? ഇതുപോലുള്ള ഭർത്താക്കന്മാരുണ്ട്. പിന്നെ ചിലരുണ്ട് ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകണ്ട എന്ന് വിചാരിച്ച് അങ്ങ് സംശയിച്ചു പോകുന്നത്. കാരണം ഇവർ പറഞ്ഞു പോയ ആ കുടുംബപ്പേര്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പേപ്പറിലൊരു ന്യൂസ്, ലിറ്ററലി ഉള്ള ന്യൂസ്, ഇല്ലാത്ത കാര്യമല്ല പറയുന്നത്, ഞാൻ കണ്ട കാര്യമാണ്. ഭർത്താവ് വഴക്കുണ്ടാക്കുന്നില്ല എന്ന റീസൺ ഉള്ളത് കൊണ്ട് ആ ഭർത്താവിനെതിരെ വിവാഹമോചനത്തിന് ലെറ്റർ കൊടുത്തു. യെസ്, എൻ്റെ കൈ കിടപ്പുണ്ട്. അതായത് ഈ ഭർത്താവ് എന്ത് ചെയ്യത്തില്ല, വീട്ടിൽ വഴക്കുണ്ടാക്കത്തില്ല. വഴക്കുണ്ടാക്കാത്തത് കൊണ്ട് ഈ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഈ ഭാര്യ പല പരിപാടികളും നോക്കി. പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക.
പുള്ളി കുക്ക് ചെയ്ത് കൊടുക്കും, വേണ്ടുന്ന വീട്ടിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും, എവളെ പൊന്നെ പോലെ നോക്കും, വേണ്ടുന്ന എല്ലാം മേടിച്ചു കൊടുക്കും. പക്ഷേ ഇവക്ക് വഴക്കുണ്ടാക്കാത്തത് കൊണ്ട് ഇവക്ക് ഇഷ്ടമല്ല. ഇവളെ അവസാനം വഴക്കുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് തടിയും ശരീരമൊക്കെ ഉണ്ട്, അദ്ദേഹത്തെ പൊണ്ണത്തടിയാന്ന് വിളിച്ചു. പൊണ്ണത്തടിയാന്ന് വിളിച്ചു കഴിഞ്ഞപ്പം പുള്ളി വിചാരിച്ച്, ഓ അവളെന്നെ പൊണ്ണത്തടിയാന്ന് വിളിച്ചോ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ ഞാൻ ഡയറ്റ് ചെയ്യാം. പുള്ളി പിറ്റേ ദിവസം ഡയറ്റ് ചെയ്തു. എന്നിട്ടും പുള്ളി വഴക്കുണ്ടാക്കുന്നില്ല. അവസാനം പുള്ളിക്കാരി കൊണ്ടുവന്ന് വക്കീലിന് നോട്ടീസ് കൊടുത്തു, ഡൈവോഴ്സ് നോട്ടീസ് കൊടുത്തു. ഇത് ഞാൻ കെട്ടുകഥയല്ല, റിയലാണ് പറയാതെ പേപ്പറിൽ വന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഭർത്താവ് വഴക്കുണ്ടാക്കുന്നില്ല എന്ന റീസണിൽ എനിക്ക് ഡിവോഴ്സ് വേണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് ഒതുങ്ങിപ്പോകുന്ന ഒത്തിരി ഭർത്താക്കന്മാരുണ്ട്. എന്തിനാ? വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് ഒതുങ്ങിപ്പോകുന്ന ഭർത്താക്കന്മാരുമുണ്ട്. സ്തോത്രം. ഓക്കെ, ഞാൻ അതിലേക്ക് എങ്ങും പോകുന്നില്ല. ഇവിടെ അനുസരിക്കാത്ത, ബഹുമാനിക്കാത്ത, കീഴ്പ്പെടാത്ത ഭാര്യമാർ, ഈ യൂദയുടെ ലേഖനത്തിൽ യൂദ ഒരു എഴുതുന്നുണ്ട്, അവർ നല്ല സദ്യയിലെ കല്ലുകൾ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ നല്ല കുടുംബജീവിതത്തിലെ കല്ലുകളാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കടിക്കും, മധുരമായി ഞാൻ തിന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒറ്റക്കടി, പരിപാടി കഴിഞ്ഞു. സന്തോഷത്തോടെ പോവുക, ഒറ്റക്കടി, തീർന്നു, പരിപാടി കഴിഞ്ഞു. ഇതുപോലെ പലരെയും കുടുംബജീവിതം. ഓക്കെ, ഇത് ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട കാര്യം. 3, ഇനി ഭർത്താക്കന്മാരോട് എന്ത് പറയുന്നേ? ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ എന്ത് ചെയ്യണം? ഭാര്യമാരെ, ഞാൻ ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരോട് ചോദിക്കുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തുവാ? ഉള്ളത് പറയാവൂ. ആരുമില്ലേ? നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് എന്താ? ഉള്ളത് പറ, ഉറക്കെ പറ. സമാധാനം. റോളണ്ടറിനോടല്ലോ ചോദിച്ചത്, പ്രിൻസിയോട്. അതോ? നമുക്ക് സമാധാനം, അതിനേക്കാൾ ഒരു സമാധാനം വേണമെങ്കിൽ എന്ത് വേണം? എന്ത് കൊടുക്കണം? സ്നേഹം. ഏത് സ്ത്രീ, ഞാൻ ഒരു കാര്യം പറയാം, നീ സ്നേഹിച്ചാൽ അവൾ പട്ടിണി കിടന്ന് ചാവാനും തയ്യാറാണ്. യെസ്, എന്തും ചെയ്തു കളയും, പക്ഷെ സ്നേഹം കൊടുക്കണം. നീ സ്നേഹിച്ചാൽ പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു പറച്ചിലുണ്ട്, ഈ സഹോദരിമാരുടെ കഴിയുമെന്നറിയാം. നമ്മുടെ നാട്ടിൽ ചില ഇങ്ങനെ പറയുന്നുണ്ട്, സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ഇല്ലെങ്കിൽ തല്ലിക്കൊല്ലും, ചവിട്ടിക്കൊല്ലും. അപ്പോൾ സ്നേഹിച്ചാൽ എന്തും അവർ ചെയ്യും. ഭർത്താക്കന്മാരെ, വചനം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അവരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. സ്നേഹമെന്ന് പറയുന്നത്, ഈ ചിലർക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല. ഭാര്യ കംപ്ലൈൻ്റാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല. ഭർത്താവ് പറയും, ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതേ? ഞാൻ സ്നേഹിക്കുന്നില്ലേ നിന്നെ. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അകത്ത് വെച്ചുകൊണ്ട് നടക്കാനുള്ളതല്ല. പിന്നെ എന്ത് ചെയ്യണം? കടയിൽ പോകുമ്പോൾ മേടിക്കുന്നതല്ല. ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? എക്സ്പ്രസ് ചെയ്യണം. സ്നേഹം എക്സ്പ്രസ് ചെയ്യണം. ഈ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അത് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മതി. ഹൗ ടു എക്സ്പ്രസ്. വീട്ടിലേക്ക് നിൽക്കുമ്പോൾ നല്ല കറിയൊക്കെ വെക്കുമ്പം, മോളെ നല്ലതായിരുന്നു എന്നൊക്കെ ഒന്ന് വിളിക്കുമ്പോഴുണ്ടല്ലോ. പണ്ടൊരിക്കൽ കൗൺസിലിന് ഒരു ഫാമിലി വന്നു. അപ്പം അവിടുന്ന് പുള്ളി ചോദിച്ചു, മോളെ നിൻ്റെ പ്രശ്നം എന്താ? നീ കാര്യം പറ, നീ പിന്നെ പോകാൻ ബാക്കിയുള്ള മുന്നോട്ടുള്ള കാര്യം. മോളെ നിൻ്റെ കാര്യം പറയാൻ പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു, അച്ഛോ എൻ്റെ പ്രശ്നം അത് തന്നെയാണ്. എന്താ പ്രശ്നം? കല്യാണം കഴിച്ചിട്ട് 10 വർഷമായി, ഇന്ന് വരെ പുള്ളി നാട്ടിലുള്ള പിള്ളേരെ എല്ലാം മോളെ എന്ന് വിളിക്കും. എന്നെ ഇന്ന് വരെ മോളെ എന്ന് വിളിച്ചിട്ടില്ല. വേറൊന്നുമല്ല പ്രശ്നം. ഇപ്പം ഈ ഒരു വിളിക്കകത്തൊരു സ്നേഹമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം വീട്ടിലിരിക്കുമ്പോഴൊക്കെ വല്ലപ്പോഴും, ഞാൻ ഇന്നാൾ പറഞ്ഞല്ലേ, ഹണീന്നോ മോളേന്നോ ഒക്കെ ഒന്ന് വിളിക്കണം. അത് എന്തോ സന്തോഷമാണെന്നറിയോ അവർക്ക്. അവരൊന്ന് അഭിനന്ദിക്കുന്നത്. ഇപ്പം വിളിക്കണ്ട, വീട്ടിൽ ചെന്ന് വിളിച്ചാൽ മതി. ഹണിമോളെന്നോ എന്തെങ്കിലുമൊക്കെ വിളിച്ചോ, ഒരു പ്രശ്നമില്ല. സ്തോത്രം. സ്നേഹിച്ചാൽ മതി. എക്സ്പ്രസ് ചെയ്യുക. എക്സ്പ്രസ് യുവർ ലവ്.
ഭാര്യമാരോട് നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ മനസ്സിലായോ? അപ്പം ഭർത്താക്കന്മാർ ചെയ്യേണ്ട ഒരു കാര്യം, ഭാര്യമാരെ സ്നേഹിക്കണം. സ്നേഹത്തിനൊക്കെ ഒത്തിരി നിർവചനങ്ങളുണ്ട്, അതിലേക്കെങ്ങും പോകുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. എത്ര നാളായി ഈ നല്ലോണം അവരൊന്ന് അഭിനന്ദിക്കണം. വല്ലപ്പോഴുമൊക്കെ നല്ലോണം ഒന്ന് അഭിനന്ദിക്കണം. നല്ല കറിയൊക്കെ വെക്കുമ്പോഴൊക്കെ ചുമ്മാ അതൊന്ന് പറയണം. എന്താണ്? സൂപ്പറാണ് മോളേന്നൊന്ന് പറയണം. അയ്യോ, ചിലർക്കൊക്കെ ഭയങ്കര ഇതൊക്കെ അങ്ങ് മസിൽ പിടുത്താ. അയ്യോ, ഇതൊക്കെ എങ്ങനെ പറയുന്നേ അല്ലേ? ഇത് ഒക്കുന്ന കാര്യമാണോ? ഇതൊക്കെ ഒക്കുന്ന കാര്യമാണ്. അവിടെ ഇരുന്ന് പറയരുത്, പറയുന്ന ഉറക്കെ പറയണം. ഓക്കെ, അപ്പോൾ ഇത് ഒക്കുന്ന കാര്യമാണെന്നൊക്കെ ചലിക്കുന്നത്, ഇതൊക്കെ ആവശ്യമുണ്ടോ? യെസ്. കുടുംബജീവിതത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ജോളിയാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സന്തോഷിച്ച് ആ ഒരു സൗഹൃദത്തിൽ സ്നേഹത്തോടെ, അവിടെയാ സമാധാനം, അവിടെയാ സന്തോഷം. സ്തോത്രം. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. സമയമില്ലാത്തതുകൊണ്ട് മുന്നോട്ട് പോവുക. റെസ്പെക്റ്റ് യുവർ വൈഫ്. നിങ്ങളുടെ ഭാര്യമാരെ ബഹുമാനിക്കണം. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവരെ കളിയാക്കരുത്, അവരെ ഇൻസൾട്ട് ചെയ്യരുത്. മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്കത് പറയാം, കറക്റ്റ് ചെയ്യാം. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാരെ കറക്റ്റ് ചെയ്യണമെന്നല്ല, ബട്ട് ഇറ്റ്സ് നോട്ട് ദ പബ്ലിക്കിലല്ല. കുഞ്ഞുങ്ങളോട് പറയുന്നു, കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തിരിക്കണം? അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. വാഗ്ദത്വത്തോടു കൂടിയ കൽപ്പനയാണ്. വാഗ്ദത്വത്തോട് നീ ദീർഘായുസോടിരിപ്പാൻ. നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാ. നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമുക്കും അപ്പനും അമ്മയും ഉണ്ടല്ലോ, അവരോടും കൂടെ ഉള്ളതാ. അവരെ ബഹുമാനിക്കണം, അവരെ റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, അടുത്ത കാര്യം, സ്പെൻഡ് ദ ക്വാളിറ്റി ടൈം വിത്ത് ദ ഫാമിലി. സമയം, സ്പെൻഡ് ദ ക്വാളിറ്റി ടൈം. കുടുംബജീവിതത്തിന് അത്യാവശ്യമായ ഒരു കാര്യമാണ് ഒരുമിച്ച് സമയം ചെലവഴിക്കുക. സ്തോത്രം. രണ്ടു പേരെ ഒരുമിപ്പിച്ച് ഒരു ദേഹമാക്കി തീർത്തത് എന്തിനു വേണ്ടി അറിയാമോ? ഒരുമിച്ച് സമയം ചെലവഴിക്കാനാ. അപ്പോൾ ഈ ഒരുമിച്ച് സമയം ചെലവഴിച്ചിലുള്ള പ്രശ്നം, ഈ ഒറ്റയ്ക്കൊറ്റയ്ക്കായ ഒത്തിരി ദോഷങ്ങളുണ്ട്. ഈ ഒറ്റയ്ക്ക് പോയാലും ഒറ്റയ്ക്ക് നടന്നാലും ഒക്കെ ഒത്തിരി വിഷയമുണ്ട്. ഈ ഒറ്റയ്ക്ക് പോയതിൻ്റെ പ്രശ്നമാണ് ഹൗവയ്ക്ക് പറ്റിയത്. പിടികിട്ടിയോ? ഇല്ലെങ്കിൽ അവൾ പാവം ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ പാവത്തിൽ വീണുപോയ എന്താ? ഒറ്റയ്ക്ക് പോയതാ. ഒറ്റയ്ക്ക് പോയ വേറൊരു സ്ത്രീയുണ്ട്. ആരാന്നറിയുമോ? ദീന, യാക്കോബിൻ്റെ മകൾ. ഇതൊക്കെ ഒറ്റയ്ക്ക് പോയതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ചിലർക്ക് ഭാര്യയോടോ ഭർത്താവിനോടോ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ ഭയങ്കര പാടാണ്. 5 ദിവസം വർക്ക് ചെയ്യുന്ന ഒരു ഭർത്താവ്, ഒരു ഭാര്യ, 6ാമത്തെ ഒരു ദിവസം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയുള്ളതെന്ന് അറിയാമോ? ആർക്ക് വേണ്ടിയുള്ളതാ? 5 ദിവസം നിങ്ങൾ വർക്ക് ചെയ്യുക, 6ാമത്തെ ഒരു ദിവസം ഓഫ് തന്നിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയുള്ളതാ അത്? നിങ്ങൾ പറ, ആർക്കാ? കേട്ടില്ല? അടുക്കളയിൽ. സ്പെൻഡ് ദ ടൈം ടുഗദർ. നിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള 6ാമത്തെ ദിവസം. 7ാമത്തെ ദിവസം ആർക്ക് വേണ്ടിയുള്ളതാ? ഹലോ, ചെവി തുറന്ന് കേട്ടോണം. 6 ദിവസം നീ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 7ാമത്തെ ദിവസം നിന്റെ പ്ലഷറിന് വേണ്ടി നീ ഓടരുത്. എൻ്റെ ചോദ്യം, ഇഫ് യു ഗോ വിത്ത് യുവർ ഓൺ പ്ലഷർ, ഹൂ വിൽ ലുക്ക് ആഫ്റ്റർ യുവർ വൈഫ്സ് പ്ലഷർ? ഈ 6ാമത്തെ ദിവസം ഒരു ദിവസം കിട്ടുമ്പോൾ നീ നിന്റെ വഴിക്ക് പോയാൽ ഈ വീട്ടിലുള്ള കുഞ്ഞുമായിരിക്കുന്ന ഭാര്യ, അവളെവിടെ ആനന്ദിക്കണം? അവളെവിടെ സന്തോഷിക്കണം? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സ്തോത്രം, 5 ദിവസം കിട്ടിയാൽ 6ാമത്തെ ദിവസം വീട്ടിൽ ചെലവഴിക്കണം. നിന്റെ ഭാര്യയോടൊരുമിച്ച്, നിന്റെ കുഞ്ഞിനോടൊരുമിച്ച് സമയത്തെ ചെലവഴിക്കണം. അതാണ് ബ്ലെസ്സഡ് ഫാമിലി. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്നറിയാമോ? പെയ്യെ ക്രാക്ക് വീഴാൻ തുടങ്ങും. നീ അറിയാതെ ക്രാക്ക് ഇതിനകത്ത് വീഴും. ഒറ്റയടിക്കല്ല വീഴുന്നേ, സ്ലോലി. ഹല്ലേലൂയ. കുറേ നാളൊക്കെ ഭാര്യ ഹൃദയത്തിനകത്ത് ഒതുക്കും, പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ യു വിൽ നോട്ട് നോ, നീ അറിയത്തില്ല അതിനകത്തൂടെ കടന്നുകൂടുന്ന പൈശാചികമായ സ്വാധീനത. സഹോദരന്മാരെ ശ്രദ്ധിക്കുക. സഹോദരന്മാരോട് ഞാൻ പറയാം, 5 ദിവസം ഡ്യൂട്ടി ചെയ്തിട്ട് 6ാമത്തെ ദിവസം എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ദാറ്റ്സ് ദ ഡേ യു സപ്പോസ് ടു സ്പെൻഡ് വിത്ത് യുവർ ചിൽഡ്രൻ. പോകരുത്.
5 ദിവസം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, അവൻ്റെ ഉള്ളൊരു ആഗ്രഹമുണ്ട്, 6-ാമത്തെ ദിവസം എൻ്റെ അപ്പനോടും അമ്മയോടും ഒന്ന് ചെലവഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ കിട്ടുന്ന ഒരു ദിവസം നീ എവിടാ? സഹോദരി നീ എവിടാ? സഹോദര നീ എവിടാ? That's the day you supposed to spend with your children. സ്തോത്രം, ഹല്ലേലൂയ. എപ്പോഴും ഓർക്കണം, 5 ദിവസം കിട്ടിയാൽ, അല്ലെങ്കിൽ 6-ാമത്തെ ഒരു ദിവസം കിട്ടിയാൽ, ഈ കുഞ്ഞുങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ സ്കൂളിൽ പോയി പഠിച്ച് അവർ ടയേർഡായി വന്ന് അവരുടെ ഹോംവർക്കുമായിട്ട് കിടന്നുറങ്ങും. 5 ദിവസം അങ്ങനെ പോയോ? പോയി. അവർക്ക് കിട്ടുന്ന ഒരു ദിവസം ഏതാ? നിങ്ങൾ പറ, ഒരു ദിവസം ഏതാ? സാറ്റർഡേ. നിങ്ങൾ ഇമാജിൻ ചെയ്തേ, ഈ കുഞ്ഞിൻ്റെ ലോൺലിനെസ്, ഈ കുഞ്ഞിൻ്റെ വേദന നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? ഈ കുഞ്ഞിനെക്കുറിച്ച്, ഈ കുഞ്ഞിനോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ നീ തയ്യാറായിട്ടുണ്ടോ? നീ എവിടെ പോകുന്നേ 6-ാം ദിവസം? ഡോണ്ട് ടേക്ക് എക്സ്ട്രാ ഡ്യൂട്ടി ഓൺ സാറ്റർഡേ ഇഫ് യു ആർ ഫ്രീ. റെഗുലർ ഡ്യൂട്ടി വരുന്നെങ്കിൽ ഓക്കെ, അതർവൈസ് പ്ലീസ്. അങ്ങനെ തകർന്ന ചില കുടുംബങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ജോലിക്ക് വേണ്ടി ഓടി നടന്നിട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ ഒത്തിരി ഉണ്ട്. ഒത്തിരി കുടുംബങ്ങളെ എനിക്കറിയാം. അതുകൊണ്ട് ഇടം കൊടുക്കരുത്. നിങ്ങളുടെ കുടുംബ ബന്ധത്തിൻ്റെ കാര്യമല്ല, അതിനേക്കാൾ ഉപരി കുഞ്ഞുങ്ങളുടെ കാര്യം കൂടെ ഞാൻ ചേർത്താ പറയുന്നത്. സ്തോത്രം. സമയമില്ല, മുന്നോട്ട് പോകുക. അടുത്ത കാര്യം, ഹസ്ബൻഡ്, ദ ഫാദർ നീഡ് ടു ബി ആക്ട് ആസ് എ സ്പിരിച്വൽ ലീഡർ ഓഫ് ദ ഫാമിലി. കുടുംബത്തിൻ്റെ നാഥന ഒരു പിതാവ്, ഹസ്ബൻഡ്. ഭാര്യയുടെ തല കർത്താവ്, ഭർത്താവിൻ്റെ തല ക്രിസ്തു, അല്ലേ? അപ്പം ഒരു ഭാര്യയുടെ തല എന്താ? ഭർത്താവാണ്. അപ്പോൾ ഇത് ഒരുമിച്ച് പോകണം, അല്ലേ? ഭാര്യയും ഭർത്താവും. ചിന്തിച്ച് നോക്കിയ, തലയില്ലാതെ ഉടൽ മാത്രം നടക്കുന്ന ഒരു മനുഷ്യനെ മനസ്സിലായോ? ഒറ്റയ്ക്ക് പോയ ഇതുപോലൊക്കെ തോന്നും, ആൾക്കാർക്ക് തോന്നും തലയില്ലെന്ന്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. സ്തോത്രം. അപ്പോൾ ഒരു ഹസ്ബൻഡ്, ഒരു പിതാവ്, ഒരു കുടുംബത്തിൻ്റെ ലീഡറാണ്. ഹി ഈസ് ദ ലീഡർ ഓഫ് ദ ഫാമിലി. ഹി ഈസ് ദ പ്രീസ്റ്റ് ഓഫ് ദ ഫാമിലി. ഹി ഈസ് ദ സ്പിരിച്വൽ ലീഡർ. അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അകത്തെ, കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട കുടുംബത്തിൻ്റെ പുരോഹിതനാണ് ഒരു പിതാവ്. ഒരു കുടുംബത്തിൻ്റെ ലീഡറാണ് പിതാവ്. ഉത്തരവാദിത്തം മറന്നു പോകരുത്. പ്രിയ സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യം പറയാം. റിമെമ്പർ ദാറ്റ് യു ആർ ദ പ്രീസ്റ്റ് ഓഫ് യുവർ ഹൗസ്. യു ആർ ദ ലീഡർ ഓഫ് യുവർ ഹൗസ്. യു ആർ ദ ഹെഡ് ഓഫ് യുവർ ഹൗസ്. മറക്കരുത് നിങ്ങളുടെ ഉത്തരവാദിത്തം. കാരണം തലമുറയുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തം പിതാക്കന്മാർക്കുള്ളതാണ്. നമുക്ക് തിരുവചനം വായിക്കാൻ പറയാം. നോഗയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നോഗ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 11:7. കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നോഗ എന്ത് ചെയ്തു? പെട്ടകം പണിതു. കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആര് പണിതു? നോഗ പണിതു. യോബിനെ കുറിച്ച് അറിയാം. തൻ്റെ മക്കൾ നശിച്ചു പോകാതെ ദിനവും രാവിലെയും വൈകിട്ടും യാഗങ്ങൾ. അപ്പോൾ ഹീസ് ടേക്കിംഗ് ദ റോൾ ഓഫ് പ്രീസ്റ്റ്. ഒരു പുരോഹിതൻ്റെ റോൾ എടുക്കുക അവിടെ. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, നിന്റെ ഭവനം, നിന്റെ കയ്യിലൊരു ഭാര്യയെ തന്നിട്ടുണ്ടെങ്കിൽ, തലമുറയെ തന്നിട്ടുണ്ടെങ്കിൽ, അവരുടെ കുടുംബത്തിൻ്റെ പുരോഹിതനാണ്. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട മക്കളെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ളതാ. ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥനയെ, സ്തോത്രം, ഹല്ലേലൂയ, സ്വന്തം ആത്മീക ശുശ്രൂഷ, കുടുംബത്തിനകത്ത് ആത്മീക ശുശ്രൂഷ നടത്തേണ്ടത് പുരോഹിതനാ. നമുക്കറിയാം, തകർന്നു പോയൊരു കുടുംബം, ഏലി പുരോഹിതനെ കുറിച്ച് അറിയാം. ഏലി പുരോഹിതൻ തൻ്റെ കുടുംബത്തിൻ്റെ കാര്യം മറന്നിട്ട് നാട്ടുകാരുടെ കാര്യം നിൽക്കാൻ നടക്കുകയായിരുന്നു. എന്താ സംഭവിച്ചത്? നാട്ടുകാരെ രക്ഷിക്കാൻ നടക്കുമ്പോൾ തൻ്റെ കുടുംബം തകർന്നുപോയി. കുടുംബത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച് അവൻ പുരോഹിതനായിരുന്നു. പക്ഷേ പുള്ളി നാട്ടുകാരുടെ മുഴുവനും നോക്കി, പക്ഷെ സ്വന്തം കുടുംബത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിയില്ല. അതുകൊണ്ട് അവർ ദൈവസന്നിധിയിൽ പ്രമാണം തെറ്റിക്കുന്നവരായി. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, മക്കളെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരേണ്ട സമയത്ത് നീ എവിടെയാ? മക്കളെ ആരാധിക്കാൻ കൊണ്ടുവരേണ്ട സമയത്ത് നീ എവിടെയാ? Where are you? Where are you the time you supposed to spend with your family and your children? And where are you the time which you supposed to spend with your children? നീ എവിടെയാ? സ്വന്തമായി പരിശോധിക്കണം. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഉത്തരവാദിത്വമാ
കുഞ്ഞുങ്ങളുമായിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. എത്ര നാളായി ഒരുമിച്ച് നീ ആ ഭാര്യയെയും വിളിച്ച് ഭർത്താവിനെ കുഞ്ഞുങ്ങളെയും വിളിച്ച് ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട്? ഇല്ലെന്നല്ല, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഞാൻ ജനറലി പറയുക, എത്ര നാളായി നിന്റെ കുഞ്ഞിൻ്റെ തലയിൽ ഒന്ന് കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട്? ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുക. സ്തോത്രം. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. അവസാനത്തെ കാര്യം, ഒരു കാര്യം കൂടെ പറയാം. വൈഫ്, യു നീഡ് ടു ബി എ നോബിൾ ക്യാരക്ടർ. ഭാര്യമാർ എന്തായിരിക്കണം? നോബിൾ ക്യാരക്ടർ ആയിരിക്കണം. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് സദൃശ്യവാക്യം 31 അധ്യായം അതിൻ്റെ 10 മുതൽ താഴോട്ട് വായിക്കണം. ഇപ്പോൾ വായിക്കേണ്ട, എനിക്ക് നേരമില്ല. അതിനകത്ത് ഓരോന്ന് പറയാനുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒറ്റ വാക്കുണ്ട്, സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അല്ലേ? ആർക്ക് കിട്ടും? പ്രോഫിറ്റ്സ് ആർക്ക് കിട്ടും? അതാ ആൻസർ. നമ്മൾ ഓരോരുത്തരും പറയണം, എനിക്ക് കിട്ടും, അല്ലേ? സാമർഥ്യമുള്ള ഭാര്യ എനിക്ക് കിട്ടും. അതിനകത്ത് താഴോട്ട് വരണമുണ്ട്, സാമർഥ്യ ഭാര്യയുടെ ലക്ഷണം എല്ലാം പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞേ, കിട്ടി പാസ്റ്റേ ഒരു സാമർഥ്യക്കാരിയെ എന്ന് പറയുന്നവരുണ്ട്. പോട്ടെ, അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, ഭാര്യമാർ നോബിൾ ക്യാരക്ടറോട് ഇടപെടണം. സ്പിരിച്വൽ, അവസാനത്തെ 5-ാമത്തത്, ദ സ്പിരിച്വൽ കമ്മിറ്റ്മെൻറ്റ്, കമ്മിറ്റഡ് ടു വൺ അനദർ. പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാകണം. സ്തോത്രം. അതിൻ്റെ താഴോട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. സഭാപ്രസംഗി 9-ന്റെ 4-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോകുക. അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുവൻ വീണ, ആ വാക്യം ഒന്ന് വായിച്ചിട്ട് മുന്നോട്ട് പെട്ടെന്ന് പോവാം. ഒരുവനേക്കാൾ ഒരുവൻ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റൊരുവനെ എഴുന്നേൽപ്പിക്കും. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പാർട്ണർഷിപ്പ്. അത് കുടുംബജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെങ്കിലും വീഴ്ചകൾ പറ്റിയാൽ എഴുന്നേൽപ്പിക്കും. നമുക്കറിയാം, ഈ കുടുംബജീവിതത്തിൽ ഒത്തിരി അപഘാതങ്ങൾ പറയും, കുറ്റങ്ങൾ പറയും, കുറവുകൾ പറയും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിന്നാൽ അപവാദങ്ങൾ നിങ്ങൾക്ക് നേരെ ഏൽക്കത്തില്ല. ഒരുമിച്ച് നിന്നാൽ കുറ്റാരോപണം നിനക്ക് നേരെ വരത്തില്ല. നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണം, അല്ലേ? സ്തോത്രം. ഇങ്ങനെയുള്ള, നമുക്കറിയാം, പ്രശ്നം വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും കാണും. പക്ഷെ പ്രശ്നം വരുമ്പോൾ ആരും കാണത്തില്ല. നിന്റെ കൂടെ ഉള്ളത് നിന്റെ ഭാര്യ മാത്രമേ കാണത്തുള്ളൂ. പണ്ട് ഒരു പറച്ചിലുണ്ട്, ആലയിൽ ഇരുമ്പ് പഴുക്കുമ്പം കൊല്ലനും കൊല്ലത്തിയും. അറിയാമോ? അതുവരെ ചുറ്റുപാടുള്ള അയൽവക്കക്കാരെല്ലാം വന്നിരുന്ന് വർത്തമാനം പറയും. ഏതാ ഈ കറക്കുമ്പം തീയിലിട്ട് കറക്കി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവർ ഇന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പഴുത്ത് കഴിയുമ്പോൾ വേറൊരു പണിയുണ്ട്. എന്തുവാ? അടിക്കണം. ഇപ്പോഴത്തേക്ക് ഈ ആശാമാരെല്ലാം വഴി വിടും. അവസാനം ഇത് പറഞ്ഞ് ഇരുമ്പ് പഴുത്ത് കഴിയുമ്പം കൊല്ലനെയും കൊല്ലത്തിയും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അല്ലാത്തപ്പോൾ ഒത്തിരി പേരൊക്കെ അഭിപ്രായം പറയാൻ കാണും. പക്ഷേ നിന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ നിന്നെ ചേർത്ത് പിടിക്കാൻ നിന്റെ ഭാര്യയോ ഭർത്താവോ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇരുവരെക്കാൾ ഒരുവൻ നല്ലത്, ഒരുവൻ വീണാൽ അവനെ എഴുന്നേൽപ്പിക്കും. പാർട്ണർഷിപ്പ്. 2-ാമത്തത്, വായിച്ചോ താഴെ, പെട്ടെന്ന് നിർക്കാൻ പോവാ. ഏകാഗി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായിക്കൊണ്ട് അവൻ അയ്യോ കഷ്ടം. 2 പേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർ മാറും. അവിടെ പറഞ്ഞിരിക്കുന്നത് കുളിർ മാറും. ഇസ് ടോക്കിംഗ് അബൌട്ട് ശരീരത്തിന് വേണ്ടി മാത്രമല്ല, വരുന്ന രോഗത്തെക്കുറിച്ചും പ്രശ്നത്തെക്കുറിച്ചും ഒക്കെയാ. ശക്തി ഇസ് കോൾഡ് കംഫോർട്ട്. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് ഒരു കംഫോർട്ട് കൊടുക്കാൻ കഴിയുന്നത് ആരാ? അവർ പരസ്പര. സോ അത് ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. 3-ാമത്തെ കാര്യം പ്രൊട്ടക്ഷനാ, എതിർത്ത് നിൽപ്പാൻ, അല്ലേ? 2 പേർ, താഴോട്ട് വായിക്കുന്നുണ്ട്, ശത്രു നിനക്ക് നേരെ വരുമ്പോൾ 2 പേര് ചേർന്ന് നിന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അതെ, ആ വാക്യം വായിക്കുമ്പോൾ അറിയാം. അപ്പോൾ 2 പേര് ചേർന്ന് പ്രാർത്ഥിച്ചാൽ ശത്രു കൊണ്ടുവന്ന് ഏത് പ്രയാസത്തെയും ജയിക്കാൻ കഴിയും. വേഗത്തിൽ മുന്നോട്ട് പോകുക. 1-ാമത്തത് കമ്മിറ്റ്മെന്റ് ടു ഈച്ച് അതർ. നമ്പർ 2 കമ്മിറ്റ്മെന്റ് ടു ഗോഡ്. ദൈവത്തോട് സമർപ്പണമുള്ളവരായിരിക്കുക. സ്തോത്രം. യോശുവയുടെ കുടുംബത്തെ നമുക്കറിയാം, സെഖര്യാവിനെ കുറിച്ച് നമുക്കറിയാം. അവരെല്ലാം ദൈവത്തോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അവസാനത്തെ ഒരു കാര്യം കൂടെ പറയാം, അലൗ ഗോഡ് ടു ബിൽഡ് യുവർ ഫാമിലി. നിന്റെ ഭവനം പണിയാൻ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകൽക്കാലം എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. ദൈവം ഭവനം പണിയണം. പിശാച് ശ്രമിക്കുന്നത് കുടുംബത്തെ തകർക്കാനാ, തലമുറകളെ തകർക്കാനാ, വ്യക്തി ജീവിതങ്ങളെ തകർക്കാനാ. എന്നാൽ ഇന്ന് പകൽക്കാലം നമുക്ക് പറയാൻ കഴിയണം,
ദൈവം കുടുംബം പണിയണം. കണ്ണുകളടയട്ടെ, ദൈവസന്നിധിയിൽ കണ്ണുകളടയട്ടെ.